വരണം വരണം മിസ്റ്റർ കൃഷ്ണനുണ്ണി. ഉണ്ണി തുടക്കം തൊട്ടേ വെളുപ്പാങ്കാലത്ത് 20 മുട്ട പുഴുങ്ങി, ഒരു ആപ്പിളും ഒരു പഴവും കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞ് 1 കിലോ മരിച്ചിന് പുഴുങ്ങിയതും നല്ല കാന്താരിമുളകും ഉപ്പും കൂട്ടി കഴിച്ചു. നല്ല എരിവ്. പനി തുടങ്ങി, അതിനൊരു പനിക്കാപ്പി കുടിച്ചു. പിന്നെ കുറച്ച് കപ്പലണ്ടി മിഠായും കുറിച്ചു, ഒരു പാട്ട മിക്സറും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും കഴിച്ച് അങ്ങനെ ഇപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. 17 ചപ്പാത്തിയും ഗോബി മഞ്ചൂരിയനും കൂട്ടി അത് 11:30 ആയപ്പോ ഒരു പാത്രം സേമിയ പായസവും 14 ബോളിയും കൂട്ടി കഴിച്ചു. എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ബോളിയും പായസവും അടിപൊളിയാ. പിന്നെ കുറച്ച് കടല ഉണ്ടപ്പോ അതിനെ മുളക് ഇട്ട് വറുത്ത് കഴിച്ചു. പൈനാപ്പിൾ എന്നും ഫേവറേറ്റാ, അതൊരു പാത്രം കഴിച്ചു. ജീവിതത്തിൽ ഒരിക്കലും മട്ടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണ് കഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. പിന്നെ കുറച്ച് ഓറഞ്ചും മുന്തിരി പഴം ആപ്പിളും കൂട്ടി കഴിച്ചു. പനിയല്ലേ, കിടപ്പായിരുന്നു, അപ്പൊ ഈ ബണ്ണും കഴിച്ചു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. എന്തേലുമൊക്കെ ചവച്ചോണ്ട് കിടക്കാൻ ആഗ്രഹം. ചിപ്സ്, ഡേറ്റ്സ്, കടല ഉണ്ടിയപ്പോ ഇത് മേടിച്ച് കഴിച്ചു. ഒന്നിനൊരു ടേസ്റ്റ് കിട്ടണല്ലോ. ഒന്ന് പൊറോട്ട മേടിച്ച് അതും കഴിച്ചു, ഒന്ന് പപ്പായയും കഴിച്ചു, കോളിഫ്ലവർ വെറുതെ പുഴുങ്ങിയതും കഴിച്ചു. കിടന്നപ്പോ സ്വിഗ്ഗി നോക്കിയപ്പോ മസാല ദോശ കണ്ടപ്പോ ഞാൻ അങ്ങ് അറിയാണ്ട് ഓർഡർ ആക്കി അതും കഴിച്ചു. എടാ ഇങ്ങനെ തിന്നു തൂറി നേരം കളയാതെ പറമ്പിലോട്ട് പോയി 4 തെങ്ങിന് തറയെടുത്തൂടെ. ഉച്ചക്ക് ഇച്ചിരി ചോറും കറികളും കൂട്ടി കഴിച്ചു. അതിന് വേണ്ടി ഇത്തിരി ചോറ കഴിച്ചു. അപ്പൊ ഇത്തിരി മരച്ചിനിയും മീൻകറിയും പപ്പടവും ഒക്കെ കൂട്ടി കഴിച്ചു. ഒന്ന് വിശ്രമിച്ച ശേഷം കോലയെ കുത്തിയ കൊഞ്ച് കഴിച്ചു. വൈകുന്നേരം ആയിട്ടില്ല, നല്ല വിശപ്പുണ്ട്. എന്നാ പിന്നെ സൊമാറ്റോ നോക്കിയാലോ എന്ന് വിചാരിച്ചു. മുതലേ പറഞ്ഞു കിട്ടി. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി കെട്ടിയിട്ടാ 30 കാടമുട്ടയായിരുന്നു. വൈകിട്ട് വർക്ക് കഴിഞ്ഞ് വന്നപ്പോ ഒരു ആശ്വാസം. എന്തെന്നില്ലാത്ത വിശപ്പായതുകൊണ്ട് എല്ലാം അങ്ങ് നുള്ളി പറക്കി തിന്നു. എഴുന്നേക്കുക, തിന്ന, നിന്റെ കാശ് കളയാ, ഉറങ്ങ, പിന്നെ പിറ്റേ ദിവസം രാവിലെ കഷ്ടപ്പെട്ട് വീണ്ടും എഴുന്നേക്കുക, തിന്ന, നിന്റെ കാശ് കളയാ, ഉറങ്ങ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മനുഷ്യജീവിയിൽ അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ. അതും കഴിച്ച് വെറുതെ ഇരിക്കുമ്പോ കുറച്ച് ലഡുവും ജിലേബി എന്നെ തേടിയെത്തി. മധുരം എന്ന് വെച്ച് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതും കഴിച്ചു. സൗണ്ടിനൊരു ഇടർച്ചയുണ്ട്. പിന്നെ കുറച്ച് പാൽക്കപ്പയും മത്തിക്കറിയും ചമ്മന്തിയും മീൻ വറുത്തതും. അന്യമായ ടേസ്റ്റും നല്ല എരിവ് മാറ്റം കഴിച്ച സ്ട്രോബെറിക്ക് വല്ലാത്ത പുളി. സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. എന്നെ കണ്ട 3 റോബസ്റ്റ് പഴം എടുത്തു വിഴുങ്ങി. നന്നായിട്ട് പഴുക്കാത്ത റോബസ്റ്റ് ആണ്ട് അതും ഒരു സുഖമില്ല. എന്നാൽ കുറച്ച് മധുരമാവെന്ന് വെച്ച് 2 കിൻഡർ ജോയ് വാങ്ങി. അതും കഴിച്ച് അതിൽ കളിപ്പാട്ടോ ഉരുട്ടി. ചായക്ക് പകരം വന്ന് ചുവന്ന ബീട്രൂട്ട് മുറുക്കും കഴിച്ച്. ചായ ഇട്ടില്ലെങ്കിൽ പാൽപ്പൊടിയും തന്നെ പാൽപ്പൊടിയും കഴിച്ച് 2 ചപ്പാത്തിയും കുറച്ച് കറിയും പാഴ്സൽ മേടിച്ചത്. പറഞ്ഞിട്ടെന്താ പ്രാന്താവന് തീറ്റ പ്രാന്ത. അതിന്റെ തൊലിയും ബാക്കിയൊക്കെ കുറച്ച് ക്യാരറ്റും കറിച്ച് കൂട്ടിന്ന് പുറത്തിറങ്ങി. അവൽനൂൽ കഴിക്കാനുള്ള പൂതി കൊണ്ട് ഓടി നടന്നതാ. നേരെ പോയത് ബനാവലിലേക്കായിരുന്നു. എന്റെ സ്പെഷ്യൽ ഐറ്റം ചക്ക മാങ്ങ തേങ്ങ ആദ്യമേ പറഞ്ഞു. ഒന്നേ തികയില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ടായി. 2ഉം കുടിച്ചു കഴിഞ്ഞപ്പോ നല്ല സുഖം. നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു പാത്രത്തിലേ കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും 2 ചട്ടി സിമന്റോട് കലക്കിട്ട് പായസം കൊണ്ട് കുടിപ്പിച്ചാലോ. അന്നനാളാണെങ്കിൽ കോൺക്രീറ്റ് പോലെയാവും. പിന്നെ ഇടക്കിടക്കൊന്ന് നനച്ചു കൊടുത്തത് ഒരു ഉറപ്പിന്, പിന്നെ വിഷമിന്റെ പ്രശ്നം ഉണ്ടാവില്ല. ഇന്ന് തണുത്ത സ്ട്രോബെറിയും കഴിച്ചു. കുറച്ച് നെല്ലിക്ക എടുത്ത് ജ്യൂസാക്കിയും കുടിച്ചു. 10 ആയിട്ടുള്ളൂ. അടുക്കളയിലേക്ക് കയറി 5 പുട്ടും 2 റോബസ്റ്റയും 4 മുട്ടക്കറി ഉണ്ടാക്കി ഒരുമിച്ച് അങ്ങ് കഴിച്ചു തീർത്തു. അല്ലറപ്പേട്ടാ, തൃശ്ശൂരിലെ തീറ്റ മത്സരത്തിന്റെ തീയതി തീരുമാനിച്ചാ പിന്നെ അത് നമ്മൾ തകർക്കില്ലേ. നല്ല ചൂടുണ്ട് പുറത്ത്. കുറച്ച് തണ്ണിമത്തനും വിഴുങ്ങി. അതും കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഫ്രണ്ട് വീട്ടിൽ നിന്ന് വന്നു. അവളാണെങ്കിലും കുറച്ച് ചോറും കുറച്ച് കറികളും കുറച്ച് മത്തി വറുത്തതും എനിക്ക് വെച്ചിട്ടുണ്ടായി. പാത്രം തുറന്ന് അതും കഴിച്ചു തീർത്തു ഞാൻ. അപ്പോഴാണ് അവിടെ നിന്ന് കുറച്ച് പത്തിരി കണ്ണിപ്പെട്ടത്. ഇത് വെറുതെ കളയണ്ടല്ലോ എന്ന് കുറിച്ച് കുറച്ച് മീൻകറിയും കൂട്ടി കഴിക്കാൻ തുടങ്ങി. മേശ, കസേര, കട്ടിന് തുടങ്ങി യൂറോപ്യൻ ക്ലോസറ്റ് വരെ ഉണ്ട്. അതൊക്കെ മതിയാവോ ജന്മഷപ്പേറിന്? അപ്പോ ഞാനങ്ങോട്ട് ബൈ ബൈ. കടുകട് മുളകട് കുറുമയിൽ എരിവിന് കുരുമുളക് അടിപൊളി വറവലി നെടുപിടി രുചിയോടൊന്നും നാനന്നൊരണ്ണിയുമായി ബാബാ.